നമസ്കാരം. ഇൻഫോ ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പുരാതന കാലത്ത് ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സമ്പ്രദായം നിലനിന്നിരുന്നു. പക്ഷേ ആധുനിക രീതിയിൽ അതിനെ വികസിപ്പിച്ചെടുത്തത് 1494 ഇറ്റലിക്കാരനായ ലൂക്ക പാഷിയോളി അദ്ദേഹത്തിൻ്റെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്ന ആവിഷ്കാരത്തിലൂടെയായിരുന്നു. എന്താണ് അക്കൗണ്ടിംഗ്? അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA, accounting is defined as the art of recording, classifying and summarizing in a significant manner in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. ഒരു വ്യാപാര സ്ഥാപനത്തിലെ ഇടപാടുകളെ ശാസ്ത്രീയമായി തരംതിരിച്ച് ചിട്ടയായും ക്രമമായും കണക്ക് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ്, സമ്പ്രദായമാണ് അക്കൗണ്ടിംഗ്. അപ്പോൾ എന്താണ് അക്കൗണ്ടൻസി? The term accountancy refers to a systematized knowledge of accounting and is regarded as an academic subject like economics, statistics, chemistry, etc. അക്കൗണ്ടൻസി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുക്കും ചിട്ടയോടും കൂടിയ ശാസ്ത്രീയമായ അറിവാണ്. ഈ അറിവ് സാമ്പത്തിക ശാസ്ത്രം, രസതന്ത്രം, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ ശാസ്ത്രങ്ങളെ പോലെയാണ്. Why does a businessman record all transactions? എന്തിനാണ് വ്യാപാരി എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുന്നത്? Every businessman is eager to know the profit or loss made by his business. If he want to know this, he should have a clear record of his business transaction. ഏതൊരു ബിസിനസ്സുകാരനും തൻ്റെ ബിസിനസ്സിൽ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നതിന് താല്പര്യം കാണും. ലാഭനഷ്ട കണക്കറിയണമെങ്കിൽ അയാൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ദൈനംദിന കൈമാറ്റങ്ങൾ എഴുതി വയ്ക്കണം. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കടമകളും പ്രവൃത്തികളുമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മങ്ങളായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ടു ഐഡൻറ്റിഫൈ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, വ്യാപാര വിവരങ്ങളെ തിരിച്ചറിയുകയാണ് ഒരു ധർമ്മം. സെക്കൻഡ് വൺ, റെക്കോർഡിംഗ്, എഴുതിവെക്കൽ. ടു റെക്കോർഡ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ബൈ യൂസിങ് സർട്ടൻ പ്രിൻസിപ്പിൾസ്. അടുക്കും ചിട്ടയോടും കൂടി കണക്ക് പുസ്തകങ്ങളിൽ വ്യാപാര കാര്യങ്ങൾ ചില തത്വങ്ങളെ ആസ്പദമാക്കി എഴുതുകയാണ് മറ്റൊരു ധർമ്മം. തേർഡ് വൺ, ക്ലാസിഫയിങ്, തരംതിരിക്കൽ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് സിമിലർ അക്കൗണ്ടിംഗ് ഡാറ്റ ഇൻ ദ സെയിം ഗ്രൂപ്പ്. അക്കൗണ്ടിംഗ് വിവരങ്ങളിൽ ഒരേ സ്വഭാവം കാണിക്കുന്നവയെ തരംതിരിക്കുകയാണ് മറ്റൊരു ധർമ്മം. ഫോർത്ത് വൺ, സമ്മറൈസിങ്, ചുരുക്കി പറയൽ. ഇറ്റ് മീൻസ് arrangement of accounting data in an easily understandable and precise manner. അക്കൗണ്ടിംഗ് വിവരങ്ങളെ വളരെ ചുരുക്കി മനസ്സിലാകുന്ന രീതിയിൽ പ്രതിപാദിക്കുക എന്നതാണ് ഇത്. ഫിഫ്ത്ത് വൺ, ഇവാലുവേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, വിലയിരുത്തലും വ്യാഖ്യാനവും. To make meaningful conclusion, accounting information has to be properly analyzed and interpreted. അക്കൗണ്ടിംഗ് വിവരങ്ങളെ
ശരിയായി വിശകലനം ചെയ്താലേ ഉചിതമായ ഒരു തീരുമാനത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. 6th one, കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അറിയിപ്പ് നൽകൽ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. Accounting statements and reports should be communicated to the users in a simple manner. രണ്ട് വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിംഗ് വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ലഭ്യമാകേണ്ടതാണ്. ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് is the art and technique of recording business transactions in a set of books. വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇടപാടുകൾ ചിട്ടപ്പെടുത്തി കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന കലയെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നു. ബുക്ക് കീപ്പിംഗ് എന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമാണ്. വ്യാപാര കൈമാറ്റങ്ങൾ എഴുതി വയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുക്ക് കീപ്പിംഗ് ജോലി ചെയ്യുന്ന വ്യക്തി ബുക്ക് കീപ്പർ എന്നറിയപ്പെടുന്നു. എവിടെയാണോ ബുക്ക് കീപ്പറിൻ്റെ ജോലി അവസാനിക്കുന്നത് അവിടെ നിന്നും അക്കൗണ്ടൻറ്റിൻ്റെ ജോലി ആരംഭിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. വ്യാപാര ഇടപാടുകൾ എഴുതി സൂക്ഷിക്കുക. സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ദ യൂസേഴ്സ്. ആവശ്യമുള്ളവർക്ക് വ്യാപാര അറിയിപ്പുകൾ നൽകുക. തേർഡ് വൺ, ടു പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻസ്. വെട്ടിപ്പും തെറ്റായ രീതിയിലുള്ള വകമാറ്റലും തടയുക. ഫോർത്ത് വൺ, to find out the profit or loss of the business. വ്യാപാരത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുക. ഫിഫ്ത്ത് വൺ, to know financial position of business. വ്യാപാരത്തിൻ്റെ സാമ്പത്തിക നിലയെപ്പറ്റി അറിയുക. ഇനി നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആണ് പറയാൻ പോകുന്നത്. അക്കൗണ്ടിങ് നൽകുന്ന നേട്ടങ്ങൾ. First one, systematic business records. All the business transactions are systematically recorded. This replaces memory and provides a permanent record. Business transactions അടുക്കും ചിട്ടയുമായി രേഖപ്പെടുത്തുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. Second one, ascertainment of profit and loss. Profit or loss can be ascertained correctly. If there is a loss, steps can be taken to prevent its recurrence. ലാഭനഷ്ട കണക്കുകൾ വളരെ കൃത്യമായി കണ്ടുപിടിക്കുവാൻ കഴിയുന്നു. അഥവാ നഷ്ടമുണ്ടായാൽ ഇവ ഇല്ലാതെയാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുന്നു. Third one, ascertainment of financial position. The exact financial position of the business at any given date can be ascertained. ബിസിനസ്സിൻ്റെ യഥാർത്ഥ സാമ്പത്തിക നില മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. Fourth one, good evidence in court. Accounting records are treated as authentic evidence for and against the firm in court of law for the settlement of disputes. ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ അവയ്ക്ക് ഉത്തമമായ ഒരു തെളിവായി അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് കോടതിയിൽ സമർപ്പിക്കാവുന്നതും അവ പരിഗണിക്കുന്നതുമാണ്. Fifth one, provide information to interested groups. Accounting provides necessary information to various interested groups such as owners, creditors, investors, suppliers, tax authorities, etc.
ബിസിനസ്സിൻ്റെ ഓണർ, കടമായി അസംസ്കൃത വസ്തുക്കൾ നൽകുന്നവർ, ലോൺ തരുന്നവർ, ടാക്സ് അതോറിറ്റീസ് ഇവർക്കെല്ലാം ആവശ്യമായ വിവരങ്ങൾ അക്കൗണ്ടിംഗ് നൽകുന്നുണ്ട്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ്. പണമായിട്ടുള്ള ഇടപാടുകൾ മാത്രം രേഖപ്പെടുത്തുന്നു. സെക്കൻഡ് വൺ, പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ്. വിലയിൽ മാറ്റമുണ്ടാകുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. തേർഡ് വൺ, പേഴ്സണൽ ബയാസ് ഓഫ് ദ അക്കൗണ്ടൻറ്റ്. അക്കൗണ്ടൻറ്റിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ അക്കൗണ്ടിംഗ് തത്വങ്ങൾ ലംഘിക്കപ്പെടാവുന്നതാണ്. ഫോർത്ത് വൺ, ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. സംഭവിച്ചു കഴിഞ്ഞ ബിസിനസ് പ്രവർത്തനങ്ങളാണ് ഇവിടെ പരിഗണിക്കുന്നത്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.